യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ചുറ്റും ജനം തിക്കിക്കൂടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അനേകർ ഈശോയെ സ്പർശിച്ചിട്ടുണ്ട്, ഈശോയുടെ വസ്ത്രത്തിൽ മുട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈശോ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ ഒരു രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് തൊട്ടതേ ഉള്ളൂ. അത് ഈശോ തിരിച്ചറിഞ്ഞു. നമുക്ക് സൗഖ്യം കിട്ടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ ദിവസവും ഒത്തിരി കാര്യങ്ങൾ ഈശോയ്ക്ക് വേണ്ടി എന്ന രീതിയിൽ ചെയ്തു കൂട്ടുന്നുണ്ട്. അതൊക്കെ ഈശോ അറിയുന്നുണ്ടോ? ഈശോയെ അതൊക്കെ സ്പർശിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഈശോയെ ഒന്ന് സ്പർശിച്ചാൽ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിലുമുള്ള നാം സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവർക്ക് ശരിക്കും വേണ്ടത് അവരുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാൻ തയ്യാറാവുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തിയായി നാം ഓരോരുത്തരും മാറുക. അതിനായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.